എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ പൂജയും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ പൂജയുടെ മനസ്സിൽ ഇപ്പൊ അപ്പുവിനോട് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യമൊക്കെ സുമിത്രയ്ക്ക് മനസ്സിലായി. അങ്ങനെ സുമിത്ര വലിയ കാര്യത്തിന് ഇനി എന്തായാലും എൻ്റെ മോളുടെ ജീവിതത്തിലെ ആ ഒരു ദുർദിനങ്ങളൊക്കെ മാറി, മോൾക്ക് ഇനി സന്തോഷത്തിന്റെ നാളുകളൊക്കെ ആയിരിക്കും. ഞാൻ അപ്പുവിനെ കുറിച്ചാണ് പറഞ്ഞതെന്നും പറഞ്ഞ് സുമിത്ര കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം പൂജയോട് സുമിത്ര പറഞ്ഞു, മോളെ എനിക്ക് നിന്നോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, മോളുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ അത് മോളുടെ തന്നെയാണ്. എന്തായാലും നാളെ നമുക്ക് രഞ്ജിതയുടെ അടുത്തേക്ക് പോകണം എന്നുള്ള രീതിയിലൊക്കെ സുമിത്ര ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ പിറ്റേ ദിവസം നമ്മുടെ രഞ്ജിതയാണെങ്കിൽ എല്ലാ പേപ്പറുകളും ഒക്കെ രഞ്ജിതയുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ റെഡിയായി. നമ്മുടെ രഞ്ജിതയാണെങ്കിൽ ഇതൊക്കെ സൈൻ ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് അരവിന്ദൻ പറയുന്നുണ്ട്, ദേ രഞ്ജു, എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ഒക്കെ ചെയ്യണം. നമ്മുടെ മകൻ നമ്മളെ ചതിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ വന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ താൻ കൃത്യമായിട്ട് നോക്കി തന്നെ ചെയ്യണം. ഇനി ഇതിൻ്റെ പേരിൽ തൻ്റെ മേല് വേറൊരു കുറ്റം വരരുതെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കി തന്നെയാണ് അരവിന്ദേട്ടാ ചെയ്യുന്നത്, നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്നും പറഞ്ഞ് അരവിന്ദനെ ആശ്വസിപ്പിച്ച് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ ആ ഡോക്യുമെന്റ്സിലൊക്കെ സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് അവളുടെ ക്യാബിനിലേക്ക് നമ്മുടെ പൂജ വരികയാണ്. പൂജയോടൊപ്പം ആണെങ്കിൽ ഒരു വക്കീലും ഉണ്ട്. അങ്ങനെ പൂജ വന്നതും രഞ്ജിതയോട് പറഞ്ഞു, അതെ ആൻറ്റി, ഒപ്പിടാൻ വരട്ടെ, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ആൻറ്റിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അല്ല എന്താ പൂജ മോളെ, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് രഞ്ജിത വളരെ സൗമ്യതയോടുകൂടി ചോദിക്കുമ്പോഴത്തേക്കിനും അതൊക്കെ ഉണ്ട് ആൻറ്റി. അല്ല ആൻറ്റി ഏത് പേപ്പറിലാണ് സൈൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം രഞ്ജിതയാണെങ്കിൽ ആ കാര്യം അങ്ങ് മറച്ചു പിടിക്കുകയാണ്. അപ്പം പൂജ, നീ എന്തിനിങ്ങോട്ട് വന്നീന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട്. എന്താ മോളെ, നീയും പങ്കജും തമ്മിലുള്ള പിണക്കൊന്നും മാറിയില്ലേന്ന് ചോദിക്കുമ്പം അതൊക്കെ എന്തായാലും അവിടെ നടന്നോട്ടെ ആൻറ്റി, എനിക്ക് മറ്റു ചില കാര്യങ്ങൾ ആൻറ്റിയോട് സംസാരിക്കാനുണ്ട്. അതിനു മുന്നേ ആൻറ്റി ദേ എൻ്റെ കയ്യിലുള്ള ഈ പേപ്പർ ഒന്ന് വായിച്ചു നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പേപ്പർ വായിച്ചു നോക്കുന്ന നമ്മുടെ രഞ്ജിത അങ്ങ് ഞെട്ടി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സ്വത്തുക്കളൊക്കെ നമ്മുടെ പൂജയുടെ കയ്യിലേക്ക് വരുന്ന രീതിയിലുള്ള രേഖകളായിരുന്നു പൂജ കാണിച്ചത്. അപ്പം നമ്മുടെ രോഹിത്തിന്റെ വിൽപ്പത്രം അനുസരിച്ച് പൂജയ്ക്ക് 25 വയസ്സാകുന്ന ആ ഒരു സമയത്ത് സകല സ്വത്തുക്കളും രഞ്ജിത ഇപ്പം വെച്ച് അനുഭവിക്കുന്ന സകലതും നമ്മുടെ പൂജയ്ക്ക് വന്ന് ചേരുമല്ലോ. അപ്പം ആ ഒരു ഡോക്യുമെന്റ് ആണ് ഇവള് കാണിച്ചത്. ഇത് കണ്ട രഞ്ജിതയാണെങ്കിൽ ഇതെന്താ പൂജ, ഇതെന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് പൂജയുടെ നേരെ ബഹളം വെക്കാൻ തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ പൂജയാണെങ്കിൽ ഒരു അഹങ്കാര ഭാവത്തിൽ രഞ്ജിതയെ നോക്കി അങ്ങ് ചിരിച്ചു. ഈ രഞ്ജിതാൻ്റെ ആണോ സകല സ്വത്തുക്കളും എനിക്ക് വിട്ടുതരാന്ന് പറഞ്ഞത്? ആൻറ്റി ഇപ്പൊ എവിടെ പോയി ആൻറ്റിയുടെ ആ ഒരു തീരുമാനം എന്നൊക്കെ നമ്മുടെ പൂജ ഇങ്ങനെ രഞ്ജിതയെ ചോദ്യം ചെയ്ത് സംസാരിക്കുമ്പം, അതെ നിങ്ങളെല്ലാവരും കൂടെ കയറി കളിക്കുന്നത് എൻ്റെ ജീവിതത്തിലാണ്, എന്തായാലും എല്ലാത്തിനും ഞാൻ പണി തന്നിരിക്കും എന്നുള്ള രീതിയിൽ രഞ്ജിത ഇങ്ങനെ സംസാരിക്കുക. അപ്പോഴത്തേക്കിനും രഞ്ജിതയുടെ മട്ടും ഭാവവും ഒക്കെ മാറുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്രയാണെങ്കിലും ആ ഒരു ക്യാബിൻ തുറന്ന് അതിനകത്തോട്ട് വരികയാണ്. അപ്പം സുമിത്ര വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞ് സ്വരമോളെയും കൂട്ടിയിട്ട് പ്രതീഷ് ആണെങ്കിൽ അവിടെയുള്ള ഒരു ഐസ്ക്രീം പാർലറിൽ പോവാണ്. അപ്പം ദേ ഇനി തൊട്ട് മോളെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ഈ ചെറിയച്ഛനായിരിക്കും എന്നും പറഞ്ഞ് കൊച്ചിനോട് കൂടുതൽ അടുപ്പം കൂടാൻ തുടങ്ങുകയാണ് പ്രതീഷ്. അപ്പൊ സ്വരമോളെ കുറിച്ച് അന്വേഷിച്ച് നമ്മുടെ അനന്യയാണെങ്കിൽ സ്കൂളിൽ വന്നു. അപ്പൊ കൊച്ചിനെ കാണുന്നില്ല. അങ്ങനെ കുഞ്ഞ് സ്കൂളിലെ ക്യാൻറ്റീനിലുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ അനന്യയാണെങ്കിൽ ക്യാൻറ്റീനിൽ വരുന്ന സമയത്ത് അവള് കാണുന്ന കാഴ്ച പ്രതീഷും കുഞ്ഞും കൂടെ ചിരിച്ചും കളിച്ചും ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്ന കാഴ്ചയാണ്. അപ്പൊ സ്വരമോളാണെങ്കിൽ വലിയ സന്തോഷത്തില് പ്രതീഷിന്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അനന്യക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ വന്നാലും താൻ പോറ്റി വളർത്തിയ കുഞ്ഞാണല്ലോ. സ്വന്തം അച്ഛനാണെങ്കിൽ കൂടിയും നമ്മുടെ അനന്യക്ക് കുഞ്ഞിനെ അങ്ങ് വിട്ടുകൊടുക്കാനുള്ള മനസ്സൊന്നും ഇല്ല. അങ്ങനെ അനന്യ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയം പ്രതീക്ഷ പറഞ്ഞു, സ്വരമോളെ, മോൾക്ക് ഐസ്ക്രീം ഒക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഉണ്ടല്ലോ എനിക്കൊരു കാര്യം മോളോട് സംസാരിക്കാനുണ്ട്.
അങ്ങനെ ഇവര് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അനന്യ അങ്ങ് കയറി വരിക. അപ്പൊ അനന്യക്ക് മനസ്സിലായി പ്രതീക്ഷ കുഞ്ഞിന്റെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങുകയാണെന്ന്. അതുകൊണ്ട് തന്നെ അനന്യ ദേഷ്യത്തിൽ വന്ന് പ്രതീഷിനോട് പറഞ്ഞു, പ്രതീക്ഷ നീ കാണിക്കുന്നത് എന്തൊക്കെയാണ്, ഇങ്ങനെ ഇതെന്താ നീ ഇങ്ങനെ തുടങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷ പറഞ്ഞു, അതെ ഏട്ടത്തിയോട് ഞാൻ വീട്ടിൽ വെച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു, ഒന്നെങ്കിൽ സത്യങ്ങൾ ഏട്ടത്തി പറയണം, അല്ലെങ്കിൽ സത്യങ്ങൾ ഞാൻ പറയും, എനിക്കിത് പറയാനുള്ള റൈറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഇവന്റെ അവകാശങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ സ്വരമോളാണെങ്കിൽ എന്താ മമ്മി എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്, ചെറിയച്ചൻ പാവമല്ലേ, ചെറിയച്ചൻ എന്നെ എത്രമാത്രം ഇഷ്ടമാണ്, ദാ കണ്ടില്ലേ ചെറിയച്ചൻ എനിക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്നു എന്നും പറഞ്ഞ്. അപ്പൊ സ്വരമോളോട് അനന്യ ദേഷ്യപ്പെട്ടു, എടി വല്ലവരും ഒക്കെ വാങ്ങിച്ചു തരുന്ന ഐസ്ക്രീം ഒക്കെ വാങ്ങി തിന്നോ, നിന്നോട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ കൊച്ചിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുമ്പോഴത്തേക്കിനും പ്രതീക്ഷ പറഞ്ഞു, അതെ എന്റെ രക്തമാണ് ഈ നിൽക്കുന്നത്, ഇവളെ ഉണ്ടല്ലോ ഭീഷണിപ്പെടുത്താനൊന്നും നിങ്ങൾക്കൊരു അവകാശവും ഇല്ല, എൻ്റെ കുഞ്ഞിന് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് പറയുമ്പം നമ്മുടെ സ്വരമോളൊന്ന് ഞെട്ടിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ കൊച്ചിതെന്താണ് ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്ന് ആലോചിച്ചങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഈ സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് സുമിത്ര അവിടെ എത്തിയതും സുമിത്ര നേരെയാണെങ്കിൽ രഞ്ജിതയെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അതെ രഞ്ജിത, ദേ ഞാനും നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തന്നെ ഇങ്ങോട്ട് വന്നത്. സുമിത്ര, നീ നിന്റെ മകളെയും കൂട്ടിയിട്ട് എനിക്കെതിരെ കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, അത് അധിക കാലം തുടർന്നൊന്നും പോവില്ല, നിനക്കറിയാലോ ഈ രഞ്ജിത ആരാണെന്ന്. അപ്പൊ രഞ്ജിത ഇങ്ങനെ ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്ര പറഞ്ഞു, മതി എത്രയൊക്കെ വന്നാലും എൻ്റെ ഭർത്താവ് സമ്പാദിച്ചതെല്ലാം അല്ലേ നീ വെച്ച് അനുഭവിക്കുന്നത്, എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, സ്വത്തുക്കളൊക്കെ 1 മാസം മുന്നേ തന്നെ എൻ്റെ മോളുടെ പേരിലേക്കായി, അതിനുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാ രോഹിത് പോയത്. എന്തായാലും ഇനി മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. അപ്പൊ രഞ്ജിതയുടെ സ്വഭാവം വെച്ചിട്ട് ഇതൊന്നും അംഗീകരിക്കില്ലല്ലോ. രഞ്ജിത അവിടെ നിന്ന് ഇറങ്ങാതെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ഞങ്ങൾ പോലീസുകാരെയും കൂട്ടിയിട്ടാ വന്നിരിക്കുന്നത്, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോണമെന്നും പറഞ്ഞ് രഞ്ജിതയെ പിടിച്ച് പടി ഇറക്കുമ്പം രഞ്ജിതയാണെങ്കിൽ, സുമിത്രേ ഇതിനൊക്കെ നീ ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും, ഈ രഞ്ജിത അതിനൊക്കെയുള്ളൊരു അവസരം നിനക്ക് ഉണ്ടാക്കിയിരിക്കുമെന്നും പറഞ്ഞ് രഞ്ജിത സുമിത്രയെ വെല്ലുവിളിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ രഞ്ജിത കലി പൂണ്ടിട്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രഞ്ജിതയ്ക്ക് അറിയില്ല എന്ത് ചെയ്യണം. ആ പങ്കജ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ കാരണമാണ് തനിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നത്. താൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഏട്ടന്റെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റി ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ദാ ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു. രഞ്ജിത വീട്ടിലെത്തിയതും അരവിന്ദനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അരവിന്ദനാണെങ്കിൽ എന്റെ രഞ്ജു ഇനിയിപ്പോ എന്ത് ചെയ്യും, അതെ അരവിന്ദേട്ടാ എല്ലാം നമുക്ക് നഷ്ടപ്പെടുത്തിയത് ഇവൻ ഒറ്റൊരുത്തൻ കാരണമാണ്, എന്തായാലും ഇനി ഇവനെ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കില്ല, ഇവനെ ഞാൻ തീർത്തിരിക്കുമെന്നുള്ള രീതിയിൽ രഞ്ജിത നമ്മുടെ പങ്കജിന്റെ നേരെ ചെല്ലുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബ വിളക്കിന്റെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും സുമിത്ര വിചാരിച്ചതുപോലെ തന്നെ സ്വത്തുക്കളൊക്കെ പൂജയുടെ അധീനതയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ രോഹിത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച സകല സമ്പാദ്യവും അത് എത്തേണ്ട കരങ്ങളിൽ തന്നെ എത്തുമ്പോൾ സുമിത്രയ്ക്ക് വലിയ ആശ്വാസമൊക്കെ ആയി. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം എങ്ങനെയെങ്കിലും സുമിത്രയെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയോടുകൂടി രഞ്ജിത ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാട്ടോ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചു